ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയുന്നത് ത്രീ ബോഡി പ്രോബ്ലം എന്ന നെറ്റ്ഫ്ലിക്സിലെ സൈഫൈ വെബ് സീരീസിനെ പറ്റിയിട്ടാണ്. ഇത് വളരെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസാണ്. നമുക്ക് കുറച്ചുകൂടി സൈഫൈ സീരീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടും അത്രയും നിങ്ങൾ അത്ഭുതപ്പെട്ടൊക്കെ പോയിരിക്കാവുന്ന ഒരു വെബ് സീരീസാണ് ഈ ത്രീ ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിനൊരു തീം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എർത്തിലുള്ള എന്താ പറയുക സയൻസ് സേണൊക്കെ ഉണ്ടല്ലോ, അതായത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ പോലെയുള്ള കണികാ പരീക്ഷണങ്ങൾ നടത്തുന്ന സെൻറ്ററുകൾ. സോ അതുപോലുള്ള എല്ലായിടത്തും സയൻസുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളെല്ലാം എററായിട്ട് കാണിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആർക്കും എന്താണ് കാണുന്നത് മനസ്സിലാകുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു റിസൾട്ട് വരാൻ ചാൻസ് ഇല്ലെങ്കിൽ പോലും എല്ലായിടത്തും ഒരേ സമയം ഇതുപോലെ എറർ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലുള്ള അത്രയും എന്താ പറയുക നല്ല ന്യൂ ബ്ലഡ് ആയിട്ടുള്ള അത്രയും അറിവുകളുള്ള അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ സൂയിസൈഡ് ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു ഓരോ ദുരൂഹ സാഹചര്യങ്ങളിൽ. സോ ഇത്തരം സിറ്റുവേഷനിൽ ഇത് എന്താണ് കാരണമെന്ന് ഗവൺമെൻറ് അന്വേഷിക്കുകയാണ്. സോ ഇതുവരെ അന്വേഷിച്ച് വരുമ്പോൾ എത്തുന്നത് മറ്റ് പല ഒരു എന്താ പറയുക ഏലിയൻ ടെക്നോളജി പോലുള്ള പല കാര്യങ്ങളിലേക്കുമാണ്. അതിലേക്ക് അവർ ഇറങ്ങി ചെല്ലുന്തോറും മറ്റൊരു ഗ്രഹത്തിൽ നിന്നും നമ്മളെ ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലിയൻസ് വരുന്നുണ്ട്. ആ രീതിയിലുള്ള പല കാര്യങ്ങൾ ഏലിയൻസ് എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും നമുക്ക് അവരെ മനുഷ്യന്മാരായിട്ടാണ് അവർ നമ്മളെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഏലിയൻ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അതിന് പകരമായിട്ട് അവർ നമ്മൾക്ക് കുറച്ചുകൂടി കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരായിട്ട് തന്നെയാണ് അതിലവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം വഴിയൊക്കെയാണ്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയൻ ടെക്നോളജി വഴി ഭൂമിയിലുള്ള ബ്രില്യൻ മൈൻഡുകളെ ഇവരിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യമേ തന്നെ ഈ പറയുന്ന ആളുകൾക്കൊരു അവരുടെ ഡിവൈസുകളോട് എത്തിച്ചു കൊടുക്കുന്നു, അവരുടെ ടെക്നോളജിയോടെ കാണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം ഫിസിക്സ്. അതിൽ ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് എന്നൊക്കെ പറയുന്നൊരു കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിലുണ്ടെങ്കിൽ ഇവിടെ എന്തൊരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും അത് അപ്പുറത്ത് ബില്യൺ ഇയേഴ്സ് അപ്പുറത്തുള്ള ആ ഒരു പാർട്ടിക്കിളും സെയിം ടൈമിൽ സെയിം മൊമെൻറ്റിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യമാണ് ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് സയൻസിൻ്റെ തിയറികളും സാധ്യതകളും ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളൊരു സീരീസാണ് ഇത് വരുന്നത്. സോ നിങ്ങൾ കുറച്ചെങ്കിലും സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിസിക്സോ അല്ലെങ്കിൽ ആസ്ട്രോ ഫിസിക്സോ ഒക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ കാണാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ കേൾക്കാനും കാണാനും ആ കഥകൾ കേൾക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീരീസാണ് ഈ പറയുന്ന ത്രീ ബോഡി പ്രോബ്ലം. കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. ഈ ഒരു സീരീസ് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു ജേണറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.